നമുക്കിന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളി നെയ്മീൻ കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കുഞ്ഞുള്ളി, തക്കാളി ഇതൊക്കെ നമുക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു മീഡിയം ലെവലിൽ നമുക്കൊന്ന് നന്നായി വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ആയിട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കൊടമ്പുളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ചെറിയ കഷ്ണം കൊടമ്പുളിയായിട്ട് ഇട്ട് കൊടുക്കണേ. കൊടമ്പുളിയൊക്കെ ഇട്ട് നന്നായി തള വന്നു കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ച നെയ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വെള്ളമൊക്കെ വറ്റി മീനൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങയുടെ 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തള വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളിയും വേപ്പിലും കൂടി ഒന്ന് താളിച്ച് ഒഴിക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ മീൻകറിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടണ നമ്മളിങ്ങനെ താളിച്ച് ഒഴിക്കുമ്പോഴാട്ടാ. എന്നിട്ട് ചട്ടി ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തോളൂ. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.